ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറി ഷോ ആണ് ഇന്ന്. അപ്പം കുക്കറി ഷോ ചെറിയ രീതിയിലാണ് നമ്മളിന്ന് പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പിന്നെ വെയിൽ വരുന്നുണ്ട്, വീണ്ടും മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഇൻഡോർ ആക്കാമെന്ന് വിചാരിച്ചു, അകത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ചിക്കനാണ്. അതായത് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ചില്ലി ചിക്കൻ. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്, വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. അപ്പം നമുക്കിന്ന് ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് കുറച്ച് പെട്ടെന്ന് കിട്ടുന്ന കുറേ ഐറ്റംസ് നമ്മുടെ വീട്ടിലുള്ളത്, പിന്നെ കുറച്ച് കോസ്റ്റ് കുറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ അത്രയും വലിയ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റായിട്ട് നമുക്ക് അത്യാവശ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോണൊക്കെ മാറ്റി ചിക്കൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ചിക്കൻ വറുത്ത് കോരാനെ കൊണ്ടൊരു മസാല ചേർത്ത് വെക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോളപ്പൊടി എടുക്കണം. 2 സ്പൂൺ ചോളപ്പൊടി. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഇത് മൈദയാണ്. ഇതും ഒരു 2 സ്പൂണ് മൈദ നമുക്ക് ഇടാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച ഒരു മിശ്രിതമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. നമുക്കിതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു 2 ടീസ്പൂണാണ്. ഇത് ചെറിയ സ്പൂണാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് ഇത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി, ഇത് കളറും കിട്ടും, എരിയും കുറവായിരിക്കും. അപ്പം നമുക്ക് കാശ്മീരി ചില്ലി അപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതൊരു ഒരു വലിയ സ്പൂണോ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിനി വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഇനിയൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാം. ഇതിപ്പം നല്ലോണമൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, മാവും മുട്ടയായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ചിലപ്പം കൈയൊക്കെ നല്ല നീളം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ട്. നല്ലോണമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മാത്രം മതി ഉപ്പ്. അപ്പോൾ നമ്മുടെ അരപ്പെന്ന് പറയുന്ന സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമ്മൾ ബോണൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കുന്ന ചിക്കൻ കൊണ്ടുവന്നിട്ട് ഇത് മിക്സ് ചെയ്യുകയാണ്. ചിക്കനും നമ്മുടെ അരപ്പും കൂടി മിക്സ് ചെയ്യുകയാണ്. ഈ മിക്സ് ചെയ്ത ചിക്കനും അരപ്പും കൂടി ഒരു അരമണിക്കൂർ വെച്ചേക്കണം. എന്നാൽ മാത്രമേ ഉപ്പും മുളകൊക്കെ ഇതിനകത്തോട്ട് ചിക്കനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ പുരട്ടിയെടുക്കണം. നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്കിത് ചിക്കൻ അരപ്പ് പുരട്ടിയെടുക്കാം. ഓക്കെ, കുറേശ്ശെ ചിക്കൻ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. കുറേശ്ശെ ചിക്കൻ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇളക്കാനൊക്കെ പാടായിരിക്കും. നല്ല രീതിയിൽ ഇതിനകത്തോട്ട് പിടിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയായിട്ട് നല്ല ചേർത്ത് നല്ല ഇളക്കി വെച്ചേക്കുക. നമ്മുടെ മസാലയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കോൺ പൗഡർ, ചോളപ്പൊടി, അത് കഴിഞ്ഞ് മൈദ, പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചൊരു മിശ്രിതം,
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ചേർത്ത് മുട്ടയും ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ അരപ്പ് നമ്മൾ പുരട്ടി വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വെക്കണം, എന്നാലേ ഇതിനകത്ത് ഉപ്പും മുളകും എല്ലാം പിടിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. ഹായ്, അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അരപ്പൊക്കെ പറ്റി മുളകൊക്കെ അങ്ങോട്ട് പറ്റട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഇത് ക്യാപ്സിക്കമാണ്, 10-40 രൂപയേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കോ, ഇത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ചുമ്മാ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം ഈ ക്യാപ്സിക്കയും സവാളയാണ് നമ്മുടെ അടുത്ത ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കും, സോസൊക്കെ ഒഴിച്ചിട്ട്. അപ്പം അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യാനെ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കോയും സവാളയും ഒന്ന് അരിഞ്ഞു വെക്കാം. സവാളയ്ക്കകത്തൊക്കെ നല്ല അഴുക്കുണ്ട്, നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇത് ക്ലീൻ ചെയ്തില്ലേ പണി കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ പണി കിട്ടും. അപ്പം സവാളയ്ക്കകത്ത് മൊത്തം കെമിക്കലൊക്കെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ന്യൂസ് കാണും, ഈ കറുത്ത പാടുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം. അപ്പം ഇഞ്ചിയും വേണം, ഇഞ്ചി ഒരു 3-4 അല്ലി ചെറുതായിട്ട് കട്ട് ആക്കി നമുക്ക് എടുക്കണം. പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം പറയുമ്പോഴേ, വെളുത്തുള്ളി ഒരു 4-5 അല്ലി മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യമേ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ക്യാപ്സിക്കോ നമുക്കപ്പം കട്ട് ചെയ്തെടുക്കാം. ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാപ്സിക്കയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത് കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചതുരത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ പോവാം. ഹായ്, അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് നമ്മളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, അരമണിക്കൂറായെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊരു ഗ്യാസ് സ്റ്റൗവൊക്കെ തന്നിട്ടുണ്ട്. ഇനി കാശ് വയ്ക്കുന്ന ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചട്ടിക്കകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യ എണ്ണയാണ് സാധാരണഗതി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സൺഫ്ലവർ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു അരഭാഗത്തോളം ഒഴിക്കാം. നമുക്ക് 2-3 ട്രിപ്പായിട്ട് വറുത്ത് പോരാ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മുടെ ചട്ടി ചെറുതാണ്. അപ്പം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിപ്പം ചൂടായി വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതേ കണ്ടോ സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പം നമുക്ക് കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ തവ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് പറക്കിയിടണം, കൈയൊന്നും പൊള്ളിക്കാതെ ഓരോന്നായിട്ട് പറക്കിയെടുത്തിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പേടിയുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പറക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്ത് കോരാനുള്ള സെറ്റപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുക്കി പിടിക്കാതെ നോക്കണം. അതുമാത്രമല്ല തങ്ങളി ഒട്ടി പിടിക്കാതിരിക്കാൻ നോക്കണം.
ഹായ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല എണ്ണയിൽ ഇങ്ങനെ മൂത്ത് കിടക്കുകയാണ്, നല്ല മുരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതിനി കോരണം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എണ്ണയൊന്നും ദേഹത്ത് തെറിക്കാതെ വേണം കോരിയെടുക്കാൻ, കൈയൊന്നും പൊള്ളിക്കരുത്, പിന്നെ വീട്ടുകാർ സീനാക്കും. ഹായ്, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്, നല്ല മുരുമുരാന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്നത് സൺഫ്ലവർ ഓയിൽ വേണം. അത് കഴിഞ്ഞ് വഴറ്റിയെടുക്കാനൊക്കെ ഉണ്ട്. ഗ്രേവിക്ക് വേണ്ടി വഴറ്റിയെടുക്കാൻ സവാള വേണം, ക്യാപ്സിക്കോ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റും ആദ്യമേ. അത് കഴിഞ്ഞ് സവാള ഇടും, അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സോയാ സോസാണിത്. ഇത് ഒരടപ്പ് മതിയാവും. പിന്നെ ഇത് തക്കാളി സോസും സോയാ സോസ്, പിന്നെ ചില്ലി സോസാണിത്. ചില്ലി സോസ് ഗ്രീൻ ചില്ലിയാണ്. ഈ ചില്ലി സോസുമാണ് പ്രധാനമായിട്ട് ഇനി നമ്മുടെ ഗ്രേവി എന്ന് പറയാനെ കൊണ്ടുള്ളത്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺ പൗഡർ വേണം. കോൺ പൗഡറും ഒരിച്ചിരി മൈദയും. ഇത് അവസാനം നമുക്കൊന്ന് ജസ്റ്റ് കലക്കി ഇതിനകത്ത് ഒഴിക്കണം. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വേണം, കുരുമുളകും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒരു 4-5 കഷ്ണമേ ഉള്ളത്. വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഇതിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും അപ്പം ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാള ഇതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇത് വഴറ്റണം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കോ ഇട്ട് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കോ നമ്മൾ ഇതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കോ നല്ല ചതുരത്തിലൊക്കെയാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറുതായിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ ഉള്ളത്. നമ്മുടെ സോസൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇനിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് ഇതെന്ന് വെച്ചാൽ സോയാ സോസാണ്. ഒരു ഇച്ചിരി ബ്ലാക്ക് കളറിൽ കാണും. ഇത് ഞാൻ ഒരു അടപ്പേ ഒഴിക്കുന്നുള്ളൂ. ഇത് ഒരുപാട് ഒഴിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം, ഒരു കയ്പ്പ് കണക്ക് തോന്നും. അപ്പോൾ നമ്മൾ സോയാ സോസ് ഒരു അടപ്പ് എടുത്താൽ മതി. ഒരടപ്പ് അല്ലെങ്കിൽ 1 സ്പൂണ് എടുത്താൽ മതി. സോയാ സോസ് ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ ഇത് ഇളക്കി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ, നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് തട്ടിയിടണം. ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നല്ല രീതിയിൽ ഇട്ടിട്ട് ഇതങ്ങോട്ട് ഇളക്കണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി സോസാണ് യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് നമ്മൾ യൂസ് ചെയ്യണം. നമുക്കൊരു 2 സ്പൂൺ ഒഴിച്ചാൽ മതിയാവും ടൊമാറ്റോ സോസ്. ഇതിന് 85 രൂപയുള്ളൂ. നമുക്ക് 2 സ്പൂൺ മതി. ഇതിപ്പം 2-3 സ്പൂൺ ഒഴിക്കാം. നമുക്ക് ടേബിൾ സ്പൂണിന് 3 സ്പൂൺ ഒഴിക്കാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി സോസ് ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അതങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ്റെ മെയിൻ കണ്ടൻറ്റാണ് ഈ സോസുകൾ. അപ്പം നല്ല രീതിയിൽ ഇളക്കണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ തക്കാളി സോസ് ഒഴിച്ചു, സോയാ സോസ് ഒഴിച്ചു. ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി സോസാണ്. ചില്ലി സോസ് നമുക്ക് ഒരു 2 സ്പൂൺ ഒഴിക്കാം. ഇത് ഗ്രീൻ ചില്ലി സോസാണ്. ഇനി നമുക്ക് ഇത് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കണം. ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിതിനകത്ത് ഇനി മെയിൻ കണ്ടൻ്റായിട്ടുള്ളൊരു സാധനം കൂടിയുണ്ട്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടിയാണ്. നമുക്കൊരു കുരുമുളക് പൊടി ഒരു സ്പൂണ് ഞാൻ ഇടുക. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ചില്ലി ചിക്കൻ ആണെങ്കിൽ സെറ്റായി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഇപ്പം ഗ്രേവിയോടുകൂടി കഴിക്കുന്നതാണ് താല്പര്യം. അതൊരു ടേസ്റ്റ് വേറെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ കോൺ പൗഡർ എടുത്തില്ലേ, കോൺ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എടുത്തായിരുന്നു കോൺ പൗഡറും ഒരു സ്പൂൺ കോൺ പൗഡറും ഒരിച്ചിരി മൈദയും കൂടി എടുത്ത് മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു ഗ്രേവി ആയി കിട്ടും. അപ്പം ഞാനങ്ങനെ ആൾറെഡി ചൂടുവെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ല രീതി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ അപ്പം സെറ്റായിട്ടുണ്ട്. നമുക്ക് അവസാനം ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കണം. എന്നിട്ട് ഒരു മിനിറ്റത്തോളം നമ്മളിത് അടപ്പത്ത് തന്നെ വെക്കണം, ഒന്ന് സെറ്റാവാനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ചെറിയൊരു വെള്ളപ്പാത്രമൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.